എപ്പോഴും ദൈവവചനം നിങ്ങളുടെ കണ്ണിന്റെ മുൻപിൽ വെക്കുക, ദൈവവചനം നിങ്ങളുടെ കാതുകളിൽ വെക്കുക. ദൈവത്തിന്റെ വചനം കാതുകളിൽ വെക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ഒരു പ്രാക്ടീസ് ദൈവത്തിന്റെ വചനം ഏറ്റുപറയുക എന്നുള്ളതാണ്. നിങ്ങൾ ദൈവത്തിന്റെ വചനം ഏറ്റുപറയുമ്പോൾ നിങ്ങൾ ദൈവവുമായിട്ട് എഗ്രിമെന്റിൽ വരികയാണ്. നിങ്ങൾ ദൈവവചനം ഏറ്റുപറയുമ്പോൾ ഞാൻ പേടിക്കയില്ല, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നിങ്ങൾ ഏറ്റുപറയുമ്പോൾ, അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ഏറ്റുപറയുമ്പോൾ, എന്നെ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിച്ചിരിക്കുന്നു എന്ന് ഏറ്റുപറയുമ്പോൾ, നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് വിരോധമായി നിങ്ങൾ ദൈവവുമായിട്ട് എഗ്രി ചെയ്യുകയാണ്. അബ്രഹാമിനെ നിങ്ങൾ പഠിക്കുമ്പോൾ അബ്രഹാമിന്റെ മെഡിക്കൽ റിപ്പോർട്ട് വന്ന രാത്രിയിൽ അബ്രഹാമിന്റെ വീട്ടിൽ സ്തോത്ര പ്രാർത്ഥനയാണ്. അബ്രഹാമിനോട് ഡോക്ടർ പറഞ്ഞു, ഇനി ഗൈനക്കോളജി വിഭാഗത്തിലോട്ട് ഭാര്യയും ഭർത്താവും കൂടെ വരണമെന്നില്ല, ഇനി നിങ്ങൾക്ക് വരാൻ പറ്റിയ സ്ഥലം ഓർത്തോ ഡിപ്പാർട്ട്മെന്റ്, പൾമിനറി ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയൊക്കെയുള്ള എല്ല് രോഗ വിദഗ്ധനെയോ പിന്നെ ഷുഗറിന്റെ ഡോക്ടറെയോ ഒക്കെ കണ്ടാൽ മതി, ഇനി ഞങ്ങളെ കാണാൻ വരണമെന്നില്ല, നിങ്ങൾക്ക് ഇനി തലമുറ ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. പക്ഷെ അബ്രഹാമിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. എന്താ അബ്രഹാമിന് അങ്ങനെ വിശ്വസിക്കാൻ കഴിഞ്ഞത്? തന്നോട് അരുളി ചെയ്തതിന് ഒത്തവണ്ണം. നിങ്ങൾ ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വായിക്കുമ്പോൾ ആ വായിക്കുന്നതിൽ ചിലത് ദൈവം നിങ്ങളോട് ഇടപെടും. അത് നിങ്ങളോട് അരുളി ചെയ്ത വചനമായി തീരും. ആ അരുളി ചെയ്ത വചനത്തെ നിങ്ങൾക്ക് മുറുകെ പിടിക്കാം. ആ അരുളി ചെയ്ത വചനം ഏത് കാറ്റിലും നിങ്ങളെ നിലനിർത്തും. ആ അരുളി ചെയ്ത വചനം ഏത് തിരയുടെ മുൻപിലും നിങ്ങളെ നിലനിർത്തും.